ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗുലാബ് ജാമുനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഗുലാബ് ജാമുൻ തയ്യാറാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് മിൽക്ക് പൗഡർ, അതേപോലെ മാവ് കുഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 6-7 സ്പൂൺ മാത്രം പാലും മതി. അതേപോലെ നമ്മൾ സിറപ്പ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം, അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഏലക്ക, റോസ് വാട്ടർ, പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഇത്രയും മാത്രം മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫുൾ ക്രീം മിൽക്ക് പൗഡറാണ്. മിൽക്ക് പൗഡർ എടുക്കുമ്പോഴത്തേനും ഫ്രഷ് ആയിട്ട് പൊട്ടിച്ച് എടുക്കുക. പൗഡർ തണുത്ത് പോകുമ്പോഴേക്കും അതിലേക്ക് കട്ട കുത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതേ അളവിൽ ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയാണ്, അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നുള്ളു സോഡാപ്പൊടി മാത്രമാണ് ഒരു കപ്പിന് മാവിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 3 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ വല്ലാണ്ട് മൊത്തത്തിൽ മാവ് ഇളക്കിയെടുക്കില്ല. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണം. ആ ഭാഗത്തെ മാവ് മാത്രം ഒന്ന് ഇളക്കി നീക്കിയേക്കുക. ഇനി അധികമുള്ള പൊടിയിലേക്ക് വീണ്ടും ഒന്ന് നീക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൂടെ ഒഴിച്ചു കൊടുക്കണം. അതേപോലെ പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് വല്ലാണ്ട് ചൂടുള്ള പാൽ എടുക്കൽ, അതിലേക്ക് പൊടിയിടുമ്പോഴത്തേനും വല്ലാണ്ട് കട്ട കുത്തും. അതേപോലെ നല്ല തണുത്ത പാലോയിൽ ഒരു ചെറിയ നമ്മുടെ കൈയൊക്കെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു ഇളം ചൂടുള്ള ഇളം ചൂടുള്ള പാൽ വേണം എടുക്കാനായിട്ട്. നമ്മൾ 5 ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1/2 ടേബിൾ സ്പൂൺ കൂടെ പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇളക്കുമ്പോൾ ഇതേപോലെ നല്ല കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം. ഇതേ പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് അളന്നെടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കയ്യിലേക്ക് ശകലം നെയ്യ്, വളരെ ചെറിയൊരളവിൽ മാത്രം നെയ്യ് എടുത്തിട്ട് നമ്മളിതൊന്ന് ഇളക്കിയെടുക്കും. അപ്പോൾ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിലേക്ക്. ഇനി ഇളക്കിയെടുക്കുമ്പോഴത്തേന് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇതിൽ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്ന മാവെല്ലാം നമുക്കിതിലേക്ക് തന്നെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇതേപോലെ നന്നായിട്ട് ഉരുട്ടി നല്ല ബോളാക്കി സോഫ്റ്റാക്കി എടുക്കണം. ഇതേ ഒരു പരുവായി കഴിയുമ്പോഴേക്കും ഇനി നമുക്ക് മാവൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ഇതൊന്ന് കുറച്ചുകൂടെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പം ഇതേ പരുവത്തിൽ നമ്മുടെ മാവൊന്ന് കുഴച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം അതിനെ മുകളിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് നെയ്യ് തടവി കൊടുക്കാം. അപ്പോൾ മാവ് റെഡി ആകുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള സിറപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര അളന്നിടുക. അതിലേക്ക് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, പഞ്ചസാരയൊക്കെ ഒന്ന് അലിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ സിറപ്പിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഏലക്കായ വല്ലാണ്ട് പൊടിക്കണില്ല, നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ തോലോടുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ളിലുള്ള കുരുവൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിക്കുമ്പോൾ അതിൻ്റെ കുരുവൊന്നും വീഴാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കുറച്ചളവിൽ മതി കേട്ടോ, വല്ലാണ്ടാകല്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഡാബറിൻ്റെ റോസ് വാട്ടറാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ഷുഗർ സിറപ്പിന് നല്ലൊരു ഫ്ലേവർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ലോണം പതയൊക്കെ വരണം. ആ പരുവം വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഈ സമയം നമുക്ക് നമ്മുടെ ഗുലാബ് ജാമുൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കടായി, നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം വേണോട്ട് വെക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മാവ് ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഇത് ഉരുളകളാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വല്ലാണ്ട് വലിയ ഉരുളകളാക്കി എടുക്കല്. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതൊന്ന് കുറച്ചുകൂടെ അതിന് വലിപ്പമുണ്ടാവും. അപ്പം കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന്
നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ 1 കപ്പ് പൊടി നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് പാൽപ്പൊടിയായിട്ട്. ഇതിൽ ഏകദേശം നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് കുറച്ച് വലുപ്പത്തിലാണ്. ഇതിൽ 11 അല്ലെങ്കിൽ 15 ഒക്കെ ഗുലാബ് ജാമുൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും നമ്മൾ സൈസ് വളരെ ചെറുതായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാനും അതുപോലെ സിറപ്പ് പെട്ടെന്ന് സോക്കായി കിട്ടാനും ഒക്കെ നല്ലത്. അപ്പം ഞാൻ ഇതേപോലെ എല്ലാ ഉരുളകളും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എല്ലാ മാവും ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എണ്ണയുടെ ചൂട് വല്ലാണ്ട് കൂടാൻ പാടില്ല. നമുക്കൊരു ചെറിയ കഷ്ണം മാവിട്ട് നോക്കുമ്പം ഇതുപോലെ ഒരു ചെറിയ കഷ്ണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും അപ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് തണ്ടത് ഫ്രൈ ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും എണ്ണ ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയുടെ ചൂട് വല്ലാണ്ട് കൂടിപ്പോയാൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പുറത്ത് നല്ല ബ്രൗൺ കളറായി പോവും, പിന്നെ അത് ഹാർഡായി പോവും. അപ്പം എണ്ണ കറക്റ്റ് ചൂടായാൽ മതി. അതേപോലെ എപ്പോഴും തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ കുറച്ചുകൂടെ താഴ്ത്തി വെച്ചാൽ മതി. അപ്പോൾ ചെറിയൊരു തീയിൽ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് സമയമെടുത്ത് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ക്ഷമയോട് കൂടി വേണം ചെയ്യാനായിട്ട്. ഇത് ബോൾസ് ഇട്ട ഉടനെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കില്ല. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ എപ്പോഴും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ എല്ലാ ഭാഗത്തും ഒരേ കളറിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ആവുന്നതിനനുസരിച്ചുണ്ട് കുറച്ചുകൂടെ ഇതിന് നന്നായിട്ട് വീർത്ത് വന്നിട്ടില്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് കുറച്ചുകൂടെ വെക്കും. അതുകൊണ്ടാണ് നമ്മൾ വല്ലാണ്ട് വലിയൊരു സൈസിൽ ബോൾസ് ആക്കല്. അതിന് പാതിയുടെ സൈസിലാക്കിയാൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടുമ്പോൾ കുറച്ച് കറക്റ്റ് വലുപ്പത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് വലിയ സൈസിൽ നമ്മൾ ആക്കേണ്ടത്. അതുപോലെ ഉള്ളിൽ നന്നായിട്ട് വേഗവുമില്ല. അപ്പോൾ ചെറിയൊരു സൈസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അതുപോലെ നമ്മുടെ സിറപ്പിലൊക്കെ പെട്ടെന്ന് നമുക്ക് സോക്കായി കിട്ടുകയും ചെയ്യും. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പാല് ചേർത്ത് കൊടുത്ത് കുഴയ്ക്കണതും അതേപോലെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയും 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ഈ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പെട്ടെന്ന് അതിൻ്റെ കളർ ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ അത് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നമ്മളിത് കോരിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അതിൻ്റെ പുറത്തെ കളർ വല്ലാണ്ട് ബ്ലാക്ക് ആയി പോകും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കോരിയെടുത്ത് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ പുറത്തെ എണ്ണ മാത്രം ഒന്ന് വാൽന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൂട് സിറപ്പിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ സിറപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് അപ്പം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചൂടോടായിരിക്കണം, രണ്ടും ചൂടായിട്ടിരിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ ഏറ്റവും നന്നായിട്ടിരിക്കുക ഇത് അടുത്ത ദിവസം എടുക്കാനായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ തലേന്ന് ഉണ്ടാക്കി വെച്ച് അടുത്ത ദിവസത്തേന് എടുക്കുമ്പോഴായിരിക്കും നല്ലതായിട്ട് ഇതിൽ പഞ്ഞി പോലെ ആയി കിട്ടുക. സിറപ്പിലൊക്കെ കിടന്ന് നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരിത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കഴിച്ച് തീർക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് കരുതുന്നു. എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഗുലാബ് ജാമുൻ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നല്ല സിറപ്പിൽ കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഗുലാബ് ജാമുനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.